താനൂരിലെ പെൺകുട്ടികൾ മുംബൈയിൽ സന്ദർശിച്ച ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ചും അന്വേഷണം. കുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം മുംബൈയിലേക്കും വ്യാപിപ്പിക്കും. തുടരന്വേഷണത്തിനായി താനൂർ പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിക്കും. 21 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത അക്ബർ റഹീമിനെ തിരൂർ സബ് ജയിലിലേക്ക് മാറ്റി. താനൂരിൽ നിന്ന് വീട് വിട്ടുപോയി മുംബൈയിലെത്തിയ പെൺകുട്ടികളുടെ മുംബൈ യാത്രയെപ്പറ്റി വിശദമായി അന്വേഷിക്കാൻ അന്വേഷണ സംഘം മുംബൈയിലേക്ക് തിരിക്കും. മുംബൈ കേന്ദ്രീകരിച്ചും വിപുലമായ അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുംബൈയിൽ കുട്ടികൾ സന്ദർശിച്ച ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് വിപുലമായി അന്വേഷണം നടത്തും. കുട്ടികൾ എങ്ങനെ അവിടെ എത്തി, പ്രാദേശികമായി ആരെങ്കിലും കുട്ടികൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും. ഇക്കാര്യത്തിൽ പലവിധ ചർച്ചകളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് സമഗ്ര അന്വേഷണത്തിന് പോലീസ് മുംബൈയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇപ്പോഴും സർക്കാർ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിൽ തുടരുന്ന പെൺകുട്ടികളെ ഞായറാഴ്ച തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തി. കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ തയ്യാറാകാത്തത് കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നതിന് തടസ്സമാകുന്നുണ്ട്. മുംബൈ യാത്രയിൽ കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല. രക്ഷിതാക്കളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്നതിൽ എന്തെങ്കിലും പ്രയാസമോ പരിഭ്രമമോ കുട്ടികൾക്കുണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കുട്ടികളെ രക്ഷിതാക്കൾക്ക് വിട്ടുനൽകുന്നതിന് മുൻപായി രക്ഷിതാക്കൾക്കും കൌൺസിലിംഗ് നടത്തും. അതിനിടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ അക്ബർ റഹീമിനെ 21 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരൂർ സബ് ജയിലിലേക്ക് മാറ്റി. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ലെന്നാണ് പോലീസ് തീരുമാനം. കുട്ടികളുമായി 4 മാസം മുൻപ് മാത്രം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇയാൾ ദിവസങ്ങൾക്കകം തന്നെ കൂടുതൽ അടുക്കുകയായിരുന്നെന്നാണ് കുട്ടികൾ തമ്മിലുള്ള ഫോട്ടോകളും ചാറ്റുകളും വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ പുറമെ നിന്നുള്ള മറ്റാർക്കും ബന്ധമില്ലെന്നാണ് ഇപ്പോഴും പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേരള വിഷൻ, താനൂർ.